നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ പെറ്റ ടിക്വയിലെ ഒരു ഡ്രോൺ നിർമ്മാണ കേന്ദ്രം തകർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നുള്ളതാണ്. ഡ്രോൺ നിർമ്മാണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുകയാണ്. ഇസ്രായേലിന്റെ പ്രതിരോധ ഉൽപ്പാദനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ഇസ്രായേൽ വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ട്. എറോസോൾ ഏവിയേഷൻ സൊല്യൂഷൻസ് നടത്തുന്ന ഈ കേന്ദ്രമാണ് ആക്രമിക്കപ്പെട്ടത്. കെട്ടിടത്തിന് വലിയ നാശനഷ്ടം സംഭവിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കേടുപാടുകൾ കാരണം പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയില്ല എന്നും പുനർനിർമ്മാണം അസാധ്യമാണെന്നും കമ്പനി അധികൃതർ കൂടി അറിയിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന പൈലറ്റ് ഹെൽമറ്റുകൾ, ബോംബ് ഘടകങ്ങൾ, ഡ്രോണുകൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഉപകരണങ്ങൾ എറോസോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മേഖലയിലേക്ക് നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. പൂർണ്ണമായും നശിക്കുന്നു. മറ്റൊരു മേഖലയിലേക്ക് ഈ കേന്ദ്രം മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ കമ്പനി നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇസ്രായേലിലും ഇറാന്റെ ആക്രമണം അതിശക്തമായി തുടരുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇത്. മറ്റു വാർത്ത, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഹോർമുസിൽ കപ്പലുകൾക്ക് പണം ഇറാൻ ഈടാക്കി തുടങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇത് നിയമവിധേയമാക്കാനുള്ള തീരുമാനമായി ഇറാൻ രംഗത്ത് വരികയാണ്. യുദ്ധത്തിൽ നേരിട്ട നഷ്ടം ഇതിലൂടെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാകുന്നു. നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ് ഹോർമുസ്. ആ ഹോർമുസിലൂടെ ഒരുപാട് കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. ചൈനീസ് യുവാനിൽ അവിടെ നിന്ന് ഇറാൻ ടോൾ പിരിക്കുന്നു എന്നുള്ള വിവരങ്ങളോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇത് ഔദ്യോഗികമായി തന്നെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യമായി വരുന്നത്. ഇതിനിടെ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിന് ഒമാനും ഇറാനും തമ്മിൽ ചില ചർച്ചകൾ നടത്തിയെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അജയ്, ഹോർമുസിൽ പിടിമുറുക്കുകയാണോ ഇറാൻ? ഹോർമുസിൽ അവരുടെ ഒരു സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇപ്പോൾ ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക, ഈ തന്ത്രം ഇറാൻ ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചു വന്നിരുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉപരോധിച്ചുകൊണ്ട് കപ്പലുകളെ മേഖലയിലൂടെ കടത്തിവിടാതെയുള്ള ഒരു നീക്കം ഇറാൻ ആദ്യം നടത്തിയിരുന്നത്. എന്നാൽ ഇതിന് എതിർപ്പുകൾ വ്യാപകമായതിനെ തുടർന്നാണ് തങ്ങളുടെ ശത്രുക്കളുടെ കപ്പലുകളെ മാത്രമാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഇതുവഴി സുഗമമായിട്ട് യാത്ര ചെയ്യാം എന്നൊക്കെ ഇറാൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ യുദ്ധം അത് കൂടുതൽ ദിവസങ്ങൾ നീണ്ടുപോവുകയാണ്. അതിൻ്റെ ചെലവുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ചെലവിൻ്റെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇറാനും അതുപോലെ തന്നെ കനത്ത ചെലവും അതുപോലെ തന്നെ